അപ്പോൾ സണ്ണി എന്നാണ് ലാസ്റ്റ് ആരോടെങ്കിലും കളിച്ചത്? ഒരു 5 മിനിറ്റ് മുന്നേ ആയിരിക്കും. അത് ശരി, അത് കഴിഞ്ഞാണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പം പല സിനിമകൾ ഇറങ്ങുമ്പോഴും സിനിമയുടെ പേര് തന്നെ സ്ട്രൈക്കിംഗ് ആക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് ഈ പേരിൻ്റെ പിന്നിലുള്ള കഥ? പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ സിനിമ ഇപ്പം അതായത് 1 വർഷം മുന്നേ തുടങ്ങിയൊരു പരിപാടിയാണ് ഈ സിനിമയുടെ. അപ്പം ഈ സിനിമ ഇപ്പം റിലീസാവുന്നതിൻ്റെ 1 മാസം മുന്നേ വരെ നമ്മൾ ഈ സിനിമ ആളുകളെ അറിയിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഒരു പേര് കിട്ടുന്നില്ല. ഈ സിനിമയ്ക്ക് ആക്ച്വലി ഒരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്ക്രിപ്റ്റിലുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ദിസ് ഇസ് ഫോർ ആൻമാരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ അതൊരു ഇംഗ്ലീഷ് ടൈറ്റിൽ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനിങ്ങനെ കുറേ നേരം ആലോചിച്ച് ഈ സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഈ സിനിമ ബേസിക്കലി ഒരു കൊച്ചുകുട്ടിയുടെ കലിപ്പാണ്. കൊച്ചുകുട്ടിയുടെ, അതായത് കൊളോക്കിയലി പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, അതാണ് ഈ സിനിമ പറയണത്. അപ്പം പുള്ളി അതെങ്ങനെ ആലോചിച്ചെടുത്ത് എനിക്കറിയില്ല. പുള്ളി ഒരു ദിവസം പറഞ്ഞു ആൻമേരി കലിപ്പിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാം തന്നെ അതേപോലെ ആയിക്കോട്ടെ. പിന്നെ അപ്പോഴും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് നോക്കിയപ്പം പിന്നെ കുഴപ്പമില്ല. എന്നാലും ഇവിടെ കഥ അങ്ങോട്ട് തുടങ്ങിയാലോ. നല്ലൊരു വാപ്പ, അതേമായിട്ടൊരു ഉമ്മി, ഇവർക്ക് രണ്ടാക്കും മുത്തു പോലത്തെ ഒരു മോളും. മരിയ, ആൻമരിയ. ഈ സിനിമയുടെ പ്രവർത്തകർ ഈ നമ്മുടെ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് വിളിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ലിയോണയുടെ പേര് പറയാനായിരുന്നു. ഞാനിടയ്ക്ക് പറയും, അല്ല ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എല്ലിയോ ഇത്ര പാടുള്ള പേരിട്ടെന്തിനാണ് ചോദിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? ഇല്ല, അച്ഛൻ്റെ പേര് ലിഷോയ. എൻ്റെ അച്ഛൻ്റെ പേരായിരിക്കും ഏറ്റവും പാടുള്ള പേര്. ലിയോണനാട്ടിലും കേൾക്കാത്ത പേരല്ലേ ലിഷോയ. ലിയോണ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറയാം. ലിഷോയ ആരുള്ളേ? ഞാൻ കേട്ടിട്ടില്ല ആരും പേര് ഇങ്ങനെ ലിഷോയ് എന്നുള്ളത്. ഫേസ്ബുക്കിൽ വല്ലപ്പോഴും ഒരു മെസ്സേജൊക്കെ വരും, ലിഷോയ് എന്ന് പറഞ്ഞിട്ട്, എനിക്കും ആ പേരുണ്ടെന്ന് പറഞ്ഞിട്ട്, അച്ഛൻ്റെ പേര് എനിക്കുണ്ടെന്ന്. ഒരാളെന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആളെ മാത്രം ഞാൻ അറിയുള്ളൂ, വേറെ ലിഷോയ്, വേറെ ആർക്കും. ഞാൻ ഭയങ്കര വണ്ടർ അടിച്ചു പോയി. അപ്പൊ എൻ്റെ പേരിൽ എപ്പോഴും കുറെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ ലിയോണ ലിഷോ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഓക്കെ, നല്ലൊരു ക്രിസ്ത്യൻ ഒരു ടാഗ് ലൈനുള്ള പേരാണ്. പിന്നെ ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് പുള്ളിക്കാരി ഒരു ഹിന്ദു ആണെന്നുള്ളത്. അതെ, അതെല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ്. മതമേതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സണ്ണിവേന്റെ പേര് കേട്ടാലും നമ്മൾ ആദ്യം മനസ്സിൽ കരുതി യു കെ ഒരാളാണ്. അല്ല, വേണമെങ്കിൽ യു കെക്ക് ഇനിയും പോവാം. ഈ ആൻമേരിയെ കളിക്കുന്നിടത്ത് ലിയോണയുടെ കഥാപാത്രത്തിന് എന്താണ് പ്രസക്തി? ഞാൻ ആൻമേരിയുടെ അമ്മയാണ്. ആൻമേരിനെ പോലെ തന്നെ നല്ല കലിപ്പുള്ള അമ്മയാണ്. ആൻമേരിക്ക് ദേഷ്യം വന്നിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടും. അപ്പൊ കുട്ടികൾ കാട്ടിക്കൂട്ടുമ്പോ എന്തായാലും അമ്മ കൽപ്പിച്ചല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ നീ എന്താ കാണിക്കണേന്നൊക്കെ ചോദിച്ചു. ജീവിതത്തിൽ അമ്മയല്ലായിരുന്നു, അമ്മയല്ല, അതറിയാലോ. അല്ല, ഞാൻ ചോദിക്കാനിരുന്നതാണ്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ ലീഡിങ് ആക്ട്രസ് ആയാലും ശരി, ഒരു അമ്മയുടെ റോള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നൊരു പേടിയുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ്റെ അടുത്തൊരു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞേനെ. എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. ഞാൻ ആക്ടിങ്ങോ സിനിമയോ അങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടിരുന്ന ഒരാളല്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാരക്ടർ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നായികയായിട്ട് വരുന്ന മിക്ക സിനിമകളിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ ക്യാരക്ടർ റോൾസ് ചെയ്യായിരിക്കും ആസ് എൻ ആക്ടർ എനിക്ക് ബെറ്റർ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ നമ്മൾ സിനിമയിൽ കണ്ടുവരുന്ന ഒരു അമ്മയല്ല, നമ്മുടെ സൊസൈറ്റിയിലുള്ള. ഇപ്പോഴത്തെ അമ്മമാര് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല എന്താ 10th പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അമ്മനെ കണ്ടാൽ തോന്നില്ല. അമ്മമാര് നല്ല സ്റ്റൈലിലാണ് നടക്കുക. അപ്പൊ ആ ഒരു ഇതാണ്. സണ്ണി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. 1 വർഷത്തിന് ശേഷം. അന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറെ കൊണ്ടല്ല, കാര്യങ്ങൾ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കുന്നു, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നു. ഇത് അങ്ങനെ തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു തന്നാണ്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞ കുറേ ടിപ്പിക്കലി കുറേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയെ കുറിച്ച്. കാരണം ബാക്കിയുള്ള സിനിമകൾ, ഇതിന് മുന്നേ സിനിമകൾ ചെയ്ത പോലെയല്ല ഈ സിനിമയിലിരിക്കുന്നത്. കാരണം ഈ സിനിമയിൽ നമ്മൾ ഇതിൻ്റെ തുടക്കം മുതലേ ഈ സിനിമയുടെ കൂടെ ഉണ്ട്. സ്ക്രിപ്റ്റ് എഴുതാനും
അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നുകൊണ്ടാണ് ഇച്ചിരി കുറച്ചുകൂടെ എനർജി എനിക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ ഉണ്ടാവുന്ന പ്രോസസ്സ് മുതൽ ഇപ്പം ഇത് എന്താ പറയുക ഈ തിയേറ്ററിൽ അപ്ലോഡ് ചെയ്യുന്നവരെ ഈ സിനിമയുടെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാനും മിഥുനും നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഇപ്പം ഇതിൻ്റെ ഇപ്പം എന്താ പറയുക നമുക്കൊരു സിനിമ മേക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇത്രയും കാലം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്താൻ പറ്റി. അതായത് ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഇത് അപ്ലോഡ് ചെയ്യണ സമയം വരെ നമ്മൾ ഇത്രയും വലിയൊരു സിനിമ എന്ന് പറയുന്ന ഒരു സംരംഭം നമ്മളിങ്ങനെ കൂടിച്ചേർന്ന് നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ ഹാപ്പിനെസ്സാണ്. ഓളിങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ചു പോകുമ്പോ പെട്ടെന്നൊരു വില്ലൻ. നമ്മൾ ഈ കുട്ടിയും വില്ലനും കൂടി പ്രശ്നമായിന്. വില്ലനൊരുക്ക അതാ വരുന്ന 1 ഗുണ്ട 2 ഗുണ്ട 3 ഗുണ്ട, ഗുണ്ടകളോട് ഗുണ്ട. അടി ഒരിഞ്ഞടി ലേശം സെന്റി. ആ സിനിമയിൽ വന്ന ശേഷം കുറേ കാലയളവിൽ ഒരുപാട് സിനിമകളിൽ സണ്ണി ഭയങ്കര കാണാമായിരുന്നു സിനിമയിലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എവിടെയോ പോയി, ഒരു കണക്ട് പോയി. എവിടെയെന്ന് ആർക്കൊരു പിടിയും കിട്ടിയില്ല. ഇടയ്ക്ക് എൻ്റെ പാസ്പോർട്ട് എടുത്ത് ഞാൻ വിടൽ വിട്ടു. ഒരു വിടല് വിട്ട് വിളിക്കുമ്പം ഒന്നെങ്കിൽ അവിടെ ജോർജിയയിലായിരിക്കുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രാജ്യത്തായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. സിനിമ ആ സ്നേഹത്തോടെ തന്നെ തിരിച്ച് സ്വീകരിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു? തീർച്ചയായും. അതായത് നമ്മൾ ലൈഫിലിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുള്ള എന്താ പറയുക അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളത്. പിന്നെ സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ക്യാരക്ടർ നമ്മൾ ആര് ചെയ്യുകയാണെങ്കിലും, ഇപ്പം എത്ര ഫെയിലിയർ ആയിട്ടുള്ള ആൾ ചെയ്യുകയാണെങ്കിലും, ഇനി സക്സസിൻ്റെ മേളിൽ നിൽക്കുന്ന ആൾ ചെയ്താലും, ഒരു എന്താ പറയുക ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ മേളിലൊരു ബെസ്റ്റ് ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രേക്ഷകരെ അംഗീകരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാനങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. കാരണം നമ്മളും കുറേ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജസ് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് കാലം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക വർഷത്തിൽ ഒരു സിനിമ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ അറിയപ്പെടുന്ന നടനാണ്. സിനിമയിലേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ എന്താണ് പറയുന്നത്? അഭിനയത്തിനെ കുറിച്ചല്ല, സിനിമയെ കുറിച്ച്. ആ വഴിക്ക് പൊക്കോണം, പിന്നെ ഇങ്ങോട്ട് വരരുത്. അങ്ങനെ അത്രയ്ക്ക് പറഞ്ഞില്ല. ഇല്ല, അച്ഛൻ പറഞ്ഞു നീ ചെയ്തു നോക്ക്, നിനക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തോ. ഈ സിനിമയിൽ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ഇതില് എൻ്റെ അച്ഛനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അച്ഛൻ അങ്ങനെയല്ല, അച്ഛനൊരു സിനിമാക്കാരനാന്ന് തോന്നുകയില്ല. അച്ഛൻ അങ്ങനെ സിനിമ ഗ്രൂപ്പോ സിനിമ ഫ്രണ്ട്സോ അങ്ങനെ നമ്മളായിട്ട് ഞാൻ എന്നെ സിനിമ ഇത്ര വർഷം അച്ഛൻ ഫീൽഡിലുണ്ടായിട്ട് കൂടി ഞാൻ സിനിമ സെറ്റിൽ പോവേ എനിക്ക് അങ്ങനെ ഡയറക്ടേഴ്സ് എനിക്ക് ആരും അറിയില്ലായിരുന്നു. എനിക്കിപ്പോഴും ചിലർ ഇതാണ് ആ ഡയറക്ടർ ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ ചില സമയത്ത് ഇതാണല്ലേ, എനിക്ക് അത്രയും കൂടി ഞാൻ തീരെ ആ കാര്യത്തിൽ വളരെ മോശമാണ്, എനിക്കറിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു തരുന്ന ആൾക്കാർ, അപ്പം അച്ഛനെല്ലാവരും അറിയാം, പക്ഷെ അച്ഛനായിട്ട് അങ്ങനെ ഇതില്ല. അങ്ങനെ അച്ഛനായിട്ട് എപ്പോഴും സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരായിട്ട് എനിക്കറിയുള്ളൂ. അവളോട് കൂടുതൽ ഞാൻ സംസാരിക്കാതിരിക്കുന്ന അവളുടെ അമ്മയുള്ളതുകൊണ്ടാ. ആന്റി സോറി കേട്ടോ, തമാശ പറഞ്ഞ.